ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബത്തിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രി സാർ, മുഖ്യ ആചാര്യ സുലേഖ മാം, മുഖ്യ അഡ്മിൻ അനിൽ അങ്കിൾ, അഡ്മിൻ പാനൽ അംഗങ്ങൾ, കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ, എൻ്റെ കൂട്ടുകാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കർക്കിടകം 1 തുടക്കം കുറിച്ച് കന്നി 5 സമാപ്തി കുറിക്കുന്ന ആത്മോപദേശ ശതകം യജ്ഞാചരണത്തിന്റെ 27ാം ദിവസമായ ഇന്ന് എനിക്ക് ഭഗവത് കൃപയാൽ മനനം ചെയ്ത് സമർപ്പിക്കുവാൻ ലഭിച്ചിരിക്കുന്നത് 27ാം മന്ത്രമാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. ലഘുവായൊരു ആമുഖത്തിലേക്ക് നമുക്ക് കിടക്കാം. ഭഗവാൻ ആത്മാമൃതം നുകർന്ന ഒരു ഋഷിവര്യനാണ്. പരമപുരുഷാർത്ഥമായ മുക്തിയെ സൂര്യതുല്യം ആത്മധാരയാക്കി മാറ്റിയ മഹാമാനുഷ്യമാണ്. സ്വയം മുക്തനായ ഭഗവാൻ മാനുഷ്യകത്തെ മുഴുവനും മുക്തിയിലേക്ക് നയിക്കാനാണ് ആത്മോപദേശ ശതകം രചിച്ചത്. അപ്പോൾ മുക്തിയാണ് ഈ ശാസ്ത്രം പഠിക്കുന്നതിന്റെ പ്രയോജനം. എന്തിൽ നിന്നുള്ള മുക്തിയാണത്? അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി അല്ലേ? അജ്ഞാനം കൊണ്ടാണ് ജീവിതം ബന്ധനം പോലെ തോന്നുന്നതും നാം ദുഃഖിക്കുന്നതും എല്ലാം. ബന്ധനം തോന്നുന്നത് കൊണ്ടാണ് ഒരാൾ ശാസ്ത്രം പഠിക്കുന്നത്. അതുകൊണ്ട് ആത്മോപദേശ ശതകം ഒരു മോക്ഷശാസ്ത്രമാണ്. എന്തിൽ നിന്നുള്ള മോചനം ആണത്? ബന്ധനത്തിൽ നിന്നുള്ള മോചനം, ദുഃഖത്തിൽ നിന്നുള്ള മോചനം, പ്രാപഞ്ചികതയിൽ നിന്നുള്ള മോചനം. നമുക്കിനി 27ാം മന്ത്രത്തിലേക്ക് കടക്കാം. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവറിവതു താനത് നാമരൂപമായും കരണമുടിന്ദ്രിയ കർത്യകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. ഒരിക്കൽ കൂടി മന്ത്രം ആലപിക്കാം. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവറിവതു താനത് നാമരൂപമായും കരണമുടിന്ദ്രിയ കർത്യകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. ഈ വരികളുടെ ലഘുവ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കിടക്കാം. ആത്മാവിനെ കാണാതിരിക്കാൻ കാരണം എന്താണ്? അത് ഇരുളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇരുളിലിരിക്കുന്ന പൊരുളാണ് ആത്മാവ്. ഇരുളാകുന്ന മറയിലാണ് ഈ പ്രപഞ്ചം മുഴുവനും സഞ്ചയിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇരുളിനപ്പുറത്തുള്ള പൊരുളിനെ കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ പ്രപഞ്ച പ്രതീതികളാണ് കാണുന്നത് മാത്രം. ഉറക്കത്തിൽ നാം ഒന്നും അറിയാറില്ലല്ലോ. എന്നാൽ ആ ഒന്നും അറിയാതിരിക്കുന്ന അറിവില്ലായ്മയ്ക്കുള്ളിലും ലോക വിഷയങ്ങൾ പറ്റിക്കൂടി മറിഞ്ഞിരിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്വപ്നത്തിൽ അവ തള്ളിക്കേറി വരും.
ജാഗരിതത്തിൽ അത് കുറെ കൂടി വ്യക്തമായി തോന്നും നമുക്ക്. ജാഗരിതവും സ്വപ്നവും പരമ്പൊരുളിന്റെ ദൃഷ്ടിയിൽ വലിയൊരു സ്വപ്നം മാത്രമാണ് അത്. ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന ആത്മാവിലേക്ക് നാം ഉണരണം. ഉറങ്ങുന്ന വേളയിൽ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാം ആത്മാനുഭവത്തിലാണ്. പക്ഷേ ഉണർന്നതിനു ശേഷം മാത്രമേ ആ സുഖത്തെ അറിയുവാൻ കഴിയുന്നുള്ളൂ. ഉറങ്ങുമ്പോഴും ഞാൻ ഉണർന്നിരിക്കുന്നുവെന്ന ഉൾബോധം തെളിഞ്ഞവൻ ജ്ഞാനിയായി. നല്ല ഇരുട്ടുമുറിയിൽ ഇരിക്കുമ്പോഴും ഞാൻ എന്ന ആ ഉണ്മ യാതൊരു ഉപാധിയുമില്ലാതെ നമുക്ക് അനുഭവിക്കാനാകും. ആ ഏകമായ ആത്മാവാണ് പിന്നീട് നാമരൂപാത്മകമായ ഈ വിശ്വമായി നമ്മുടെ മുമ്പിൽ പ്രതിഭാസിക്കുന്നത്. ആ ആത്മാവ് തന്നെയാണ് അന്ധകരണങ്ങളായും ഇന്ദ്രിയങ്ങളായും കർത്താവായും കർമ്മമായും മാറി മറയുന്നത്. ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്രത്യേക ശക്തി ചലനം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ അത്ഭുതകരമായ ഇന്ദ്രജാലത്തെ ധ്യാനാത്മകമായി ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ ശാന്തി താനേ വന്നുകൊള്ളും. ഒരിക്കൽ കൂടി 27ാം മന്ത്രം ആലപിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവറിവതു താനത നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്യകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.